ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങൾ രണ്ടാളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കണു. നല്ല നട്ടപ്പൊരി വെയിലാണേ, ചെറിയൊരു തണുപ്പുണ്ട്, ഒരു 19-20 ഡിഗ്രി ഒക്കെ ആയി. അങ്ങനെ നമ്മൾ വിന്റർ കാലഘട്ടങ്ങളോട് വിട പറഞ്ഞുകൊണ്ട് ഒന്ന് സമ്മതിക്കടേ. ഈ പക്ഷിക്ക് എപ്പോഴും ഒരു പ്രശ്നമുണ്ട്, ഞാൻ വർത്താനം പറഞ്ഞു തുടങ്ങിയ പുള്ളിക്ക് ഒരു ലോഡ് കാര്യം പറയാനുണ്ടായിരിക്കും. അപ്പോൾ 19-20 ഡിഗ്രി ഒക്കെയാണ്, ചെറിയൊരു തണുപ്പുണ്ട്, എന്നാലും നല്ല അടിപൊളിയാണ്. നമ്മുടെ ഗാർഡനിൽ ഇതേ കണ്ടോ, പുഷ്പങ്ങളൊക്കെ പൂവിട്ട് തുടങ്ങി. ഇന്ന് വീഡിയോ എടുക്കാൻ ഒരു സമയം ഉണ്ടോന്ന് എനിക്കറിയാം. എന്താടേ ഇനി ആക്ച്വലി നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കൂ, നിങ്ങൾക്ക് പുള്ളിയുടെ വർത്താനം കേൾക്കണോ എൻ്റെ വർത്താനം കേൾക്കണമെന്ന്. എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞ 5 മിനിറ്റിൽ ഞാൻ പോവാം, ഓക്കെ? അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊരു വീഡിയോ എടുക്കാനുള്ള സമയം ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ എന്നാലും പെട്ടെന്ന് ഒന്ന് വീഡിയോ എടുക്കാം ഒപ്പം എന്ന് വിചാരിച്ചു. രസമായിരിക്കും ഇങ്ങനത്തെ വീഡിയോസ്, നമുക്ക് പിന്നെയൊക്കെ കാണാനും ഒരു രസമുള്ള വീഡിയോ ആണ്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമുക്കിന്നൊരു നോമ്പ് തുറയുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. 6:56 അതോ 6:57 കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അൻഷിവ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് സമയം. അപ്പോൾ ആ സമയത്താണ് നമുക്ക് നോമ്പ് തുറക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 6 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. കഴിഞ്ഞ വർഷവും നമ്മൾ നോമ്പെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ദിവസം കേട്ടോ. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തവണ നോമ്പെടുക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എത്ര നല്ലതാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ കുറച്ച് വായിച്ച് നോക്കുകയൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ എൻ്റെ ബോഡിക്ക് യൂസ്ഡ് അല്ലാത്തൊരു കാര്യമായതുകൊണ്ട് ഇത്തവണ ഞാൻ ചെയ്യേണ്ടെന്നായിരുന്നു എല്ലാവരും ഒരു അഭിപ്രായം വന്ന്. അപ്പോൾ ഞാൻ ഇത്തവണ നോമ്പെടുക്കുന്നില്ല. പക്ഷെ എന്നാലും ഇങ്ങനത്തെ പരിപാടി ഒക്കെ നല്ല രസമുള്ളൊരു കാര്യമില്ല, എല്ലാവരും കൂടെ ചേർന്ന് നോമ്പ് തുറക്കുക എന്നൊക്കെ പറയുന്നത്. പിന്നെ അതിലുപരി ഞാൻ ജനിച്ചു വന്ന സാഹചര്യം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ മലപ്പുറത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും സ്കൂളിങ് കഴിഞ്ഞതും എല്ലാം. അപ്പം ഞാൻ വളർന്നു വന്നൊരു സാഹചര്യത്തിൽ എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് ഉള്ളൊരു കാര്യമാണ് ഈദ്, പെരുന്നാൾ, നോമ്പും ഒക്കെ. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമുള്ള കാര്യങ്ങളും സ്കൂളിൻ്റെ ഒപ്പമുള്ള കാര്യങ്ങളിലും ഒക്കെ വ്യത്യാസം വരും. അതായത് സ്കൂള് 3-3:15 വിടും, ഫ്രണ്ട്സ് എല്ലാവരും നോമ്പെടുത്തിരിക്കുകയായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾക്കും അതിനനുസരിച്ച് വ്യത്യാസമൊക്കെ വരും. പിന്നെ പെരുന്നാളൊക്കെ ആയി കഴിഞ്ഞാൽ ചട്ടുവോ അല്ലെങ്കിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യും. അങ്ങനെ എനിക്ക് വളരെയധികം ഓർമ്മകളുള്ള കുറച്ച് കാലമാണ് കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു ഈദ്, പെരുന്നാൾ, നോമ്പ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയമായി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഇൻവോൾവ്മെന്റ് തോന്നുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഒരു 6 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. അതിന് മുന്നേ ചെറിയൊരു കുക്കിംഗ് ഉണ്ട്. കഴിഞ്ഞ തവണയും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ചെറിയ സ്നാക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ എനിക്ക് നമ്മുടെ മലബാറിൽ നിന്നുള്ള കുറച്ച് സ്നാക്സ് ഉണ്ടാക്കണം എന്നൊരാഗ്രഹം. എല്ലാ തവണയും അതന്നെ ഉണ്ടാക്കാറ്. കഴിഞ്ഞ കൊല്ലം നമ്മൾ കല്ലുമ്മക്കായും പിന്നെ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞാൻ വിചാരിച്ചു ഒന്ന് നമുക്ക് കൈപ്പോള ഉണ്ടാക്കാം, പിന്നെ ഒന്ന് ഇലയട ഉണ്ടാക്കാം. ഇലയട ഉണ്ടാക്കാൻ കാരണം ഷെറീറിന് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നാൽ ഒരു ഇലയട ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 2 കാര്യമാണ് നമുക്ക് ഉണ്ടാക്കാൻ. അതിൻ്റെ ഒപ്പം നമുക്കൊരു മൊഹബത്ത് കീ സർബത്തും കൂടെ ഉണ്ടാക്കി 6 മണിയാകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നമുക്കിന്ന് ലേറ്റ് ആവാൻ പറ്റുന്ന ഓപ്ഷൻ ഇല്ല, കാരണം കറക്റ്റ് സമയത്ത് നോമ്പ് തുറക്കണമല്ലോ. ഗാർഡൻ ക്ലീൻ ചെയ്തതിൻ്റെ ഗാർബേജ് ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ്, ഇതുവരെ എടുത്തിട്ടില്ല. സമ്മർ ആയി കഴിഞ്ഞാൽ വീഡിയോസിനൊക്കെ എന്തൊരു ഭംഗിയല്ലേ, ഭയങ്കര വെട്ടും വെളിച്ചും ഒക്കെ. അപ്പോൾ എന്തായാലും സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. സമയം 3:30 ആവാൻ പോകുന്നു. നമുക്ക് ഏകദേശം ഒരു 2.5 മണിക്കൂറുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനാക്കാൻ. ഞാൻ ഇങ്ങോട്ട് കിടക്കട്ടെ. നമുക്ക് ഇഷ്ടം പട്ടേന്ന് കാര്യം തുടങ്ങാം. കൈപ്പോള, ഇലയട, നമ്മുടെ എന്താണ് സാധനം, മുഹബത്ത് കി സർബത്ത് പെട്ടെന്ന് ഉണ്ടാക്കാം. ഓക്കെ, കമാൺ. അങ്ങനെയല്ലേ മറ്റേ ആംഗ്രി ഷെഫ് പറയാ. നമ്മുടെ ഫ്രിഡ്ജ് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ എപ്പോഴും 1-2 കറി എക്സ്ട്രാ ഉണ്ടാക്കി വെക്കും. എപ്പോഴാണ് നമുക്ക് കഴിക്കേണ്ടി വേണ്ടത് അറിയില്ലല്ലോ. പിന്നെ നമ്മൾ നമ്മുടെ ജെൻഡർ റിവീലിന് വാങ്ങിച്ച നമ്മുടെ ഡ്രിങ്ക്സ് കാര്യങ്ങൾ മുഴുവനും ഇവിടെ ഇരിക്കുന്നുണ്ട്. സ്പ്രൈറ്റും മറ്റേ മോഗും ഒക്കെ നമ്മളിവിടെ കുടിക്കുന്നത് വളരെ കുറവായത് കാരണം ഇനി നാട്ടിലോട്ട് വരുമ്പോൾ എന്താ ചെയ്യാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് തൽക്കാലം സംഗതികൾ എടുക്കാം. ഞാൻ എന്തിനാണ് ഈ പഴം എടുത്ത് എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, വല്ല ആവശ്യം ഉണ്ടോ എന്നുള്ളത്. പഴം നമുക്ക് എടുക്കാം. അത്യാവശ്യം നല്ല പഴമാണ് തോന്നുന്നു, ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് നല്ല കിട്ടിയതാണ്. അപ്പോൾ തൊട്ടൊക്കെയോ പഴുത്ത ഫീലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ പഴത്തിന് അത്ര മധുരമൊന്നും ഉണ്ടാവാറില്ല. ഇവൻ കരിഞ്ഞ് കരിക്കട്ടയായിട്ടുണ്ട്. പിന്നെ തണ്ണിമത്തൻ. പിന്നെ ഇന്നലെ ഞാൻ പോയിട്ട്
ഇല വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ചൈനീസ് ഷോപ്പിൽ ഇല കിട്ടും. ഇത് ഞാൻ ഓരോ തവണ ഇല കാണിക്കുമ്പോഴും എവിടുന്ന കിട്ടുമെന്ന് പറയട്ടോ. കാരണം എനിക്ക് തോന്നും ഞാനിവിടെ വന്ന സമയത്തെ ഈ എലിയും നമ്മുടെ നാട്ടിലെ പച്ചക്കറിയൊക്കെ എവിടെയാ കിട്ടുമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അത് ആരെങ്കിലും ഒക്കെ പറഞ്ഞു തരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര പെട്ടെന്നോട് പോയി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഓരോ തവണ ഇല കാണുമ്പോഴും ഞാൻ പറയുന്നത് ഇവിടെ ഓറിയന്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചൈനീസ് ഷോപ്പ് ഉണ്ട്. അവിടെ വട്ടത്തിലും ചതുരത്തിലും നീളത്തിലും ഒക്കെയുള്ള ഇല കിട്ടും. മറ്റേ ഇലയുടെ നാക്കില്ലേ, അത് ഞാൻ കണ്ടിട്ടില്ല. അതല്ലാതെ എല്ലാം കിട്ടും. അപ്പൊ നമുക്ക് തുടങ്ങാം. പഴമൊക്കെ പഴുത്ത് പുള്ളി തന്നെ മറന്നു പോയിരിക്കുന്നത് പഴാന്ന്. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ എത്രമാത്രം എൻ്റെ മധുരം ഉണ്ടാവുന്ന. നമ്മൾ ഫ്രിഡ്ജിൽ പഴം വെച്ചാൽ ഒരു പ്രശ്നം എന്താണെന്നറിയോ? തോല് പൊളിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരിക്കും. എന്തിനാ ഫ്രിഡ്ജിൽ പഴം വയ്ക്കുന്നത് എനിക്കറിയാൻ പാടില്ല. ഞാൻ പക്ഷേ നേന്ത്രപ്പഴം വാങ്ങി അധികം ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കും. ഈ കൈപ്പോളയുടെയും അതേപോലെ തന്നെ ഇലയുടെയും ഒന്നും റെസിപ്പി ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. കാരണം ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാർക്കും അറിയുന്നുണ്ടായിരിക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കൈപ്പോള ഇതുവരെ. ഞാൻ ഉന്നക്കായ ഉണ്ടാക്കിയില്ല ഒരു തവണ. കഴിഞ്ഞ തവണ കല്ലുമ്മക്കായ ഉണ്ടാക്കി. അന്ന് കല്ലുമ്മക്കായ ഉണ്ടാക്കി ശരിയായതുകൊണ്ട് പിന്നെ ഞാൻ ഒരു 2-3 തവണയൊക്കെ കല്ലുമ്മക്കായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. നല്ല പഴുത്ത് ശളി വളിയായിട്ടുണ്ട്. നമ്മൾ മിൽമയാണ് ഉപയോഗിക്കണേ. നമ്മുടെ കേരളം കണി കണ്ടുടരുന്ന നന്മ. നമ്മൾ ചില കാര്യങ്ങളൊന്നും പറയാൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു നേന്ത്രപ്പഴം നല്ലോണം വയറ്റിയെടുക്കാം. കൈപ്പോള ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നു ഭയങ്കര പഴുത്ത നേന്ത്രപ്പഴം അല്ല വേണ്ടത് എന്നുള്ളത് കേട്ടോ. ഞാൻ ഇപ്പോൾ 1-2 റെസിപ്പി നോക്കിയപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായേ. പക്ഷെ ഞാൻ നല്ലോണം വെച്ച് പഠിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ നേന്ത്രപ്പഴമില്ല. പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അതായത് ദീപ ചേച്ചി, ദിപിൻ ചേട്ടൻ, ഗീതു, പ്രതു, റോസ്, വിനി, ഞാൻ, വിഷ്ണു, അൻഷിഫ, ഷെറീർ, നമ്മളെല്ലാവരും കൂടെയാണ് ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ. അപ്പോൾ ഇത്ര അധികം നേന്ത്രപ്പഴം എന്തായാലും വേണ്ടേരും എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഓവറാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നാളെ കഴിക്കാം. എണ്ണയിൽ കടന്നിട്ട് ഈ ഒരു പഴം ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ നല്ല മണം. എണ്ണ കുറച്ചും കൂടെ, എണ്ണയല്ല നെയ്യല്ലേ, നെയ്യാണിത്. അത്യാവശ്യം മുരിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ നമുക്കിനി ഒരു സ്പൂൺ പഞ്ചസാര ഇടാം. ഈ പഞ്ചസാര എനിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരു റിഗ്രറ്റ് വരുന്നൊരു സാധനമാണ്. ഈ കുറേ ആൾക്കാരിങ്ങനെ പഞ്ചസാര നല്ലതല്ല എന്ന് പറയുമല്ലോ. കുറേ ശരിക്കും പഞ്ചസാര നല്ലതുമല്ല. പക്ഷെ അതുകൊണ്ടാണ് തോന്നുന്നു ഏതൊരു കാര്യത്തിൽ പഞ്ചസാര ഇടുമ്പോഴും എനിക്കിങ്ങനെ ഒരു റിഗ്രറ്റ് ഫീൽ വരും. ഞാൻ വിചാരിച്ചു ഈ പഴം ഇവിടെ തന്നെ ഇരിക്കട്ടെ. കാരണം അതിൽ തന്നെ നമുക്ക് കൈപ്പോള ഉണ്ടാക്കി എടുക്കാമല്ലോ, നമ്മുടെ മുട്ടയൊക്കെ അടിച്ചിട്ട്. പിന്നെ ഞാൻ വേറെ പാത്രത്തിൽ കുറച്ച് നെയ്യിൽ നമ്മുടെ കാഷ്യൂവും അതേപോലെ തന്നെ നമ്മുടെ മുന്തിരിയും കൂടെ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ വുഡിൻ്റെ പാത്രം, വുഡിൻ്റെ സ്പൂണില്ല. അപ്പം അതുകൊണ്ട് നോൺ സ്റ്റിക്ക് ആവുകൊണ്ട് ചെറിയൊരു പേടി. കുറച്ച് തന്ത്രപരമായി മുട്ട പൊട്ടിക്കാൻ നോക്കിയതാ. നമുക്ക് ഒരു 5 മുട്ട, വാനില എസൻസ്, ഏലക്കയുടെ പൊടി, പിന്നെ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നല്ലോ, മറന്നുപോയി. അപ്പോൾ ഞാൻ ഒരു മുട്ട അഭിഷേകം ആക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് കാണിക്കട്ടെ എന്തൊക്കെയാണ്. നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മിക്സ് മുഴുവൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു കേക്ക് പരുവമാവും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഇത്തവണ പെരുന്നാളിന്റെ സമയത്ത് നാട്ടിലുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ വീട്ടിൽ ബിരിയാണി കഴിക്കാൻ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഐ എം ഓൾവേസ് വെൽക്കം. നമ്മുടെ കൈപ്പോളം അവിടെ ഇരുന്ന് റെഡി ആവുന്നുണ്ട്. ഞാൻ ആ ഗ്യാപ്പിൽ തണ്ണിമത്തനൊന്ന് മുറിക്കാമെന്ന് വിചാരിച്ചു. മറ്റേ നമ്മുടെ മൊഹബത്ത് കീ സർബത്ത് ഉണ്ടാക്കണ്ട. ഈ തണ്ണിമത്തൻ അത്ര നല്ല തണ്ണിമത്തനല്ല തോന്നുന്നു. ഭയങ്കര കളറൊന്നുമില്ല. കുഞ്ഞു തണ്ണിമത്തനാണ് ഞാൻ വാങ്ങിയത്. പറഞ്ഞ വാക്ക് ഞാൻ മൊത്തമായിട്ട് തിരിച്ചെടുത്തേ. കാരണം ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് നമ്മളൊരു ബുക്കിനെ ജസ്റ്റ് കവർ വെച്ചിട്ട് മാത്രം ജഡ്ജ് ചെയ്യരുത് എന്ന് പറയുന്നത്. പഞ്ചസാരയായിട്ട് ഇളകണ. നമ്മളിവിടെ മൊഹബത്ത് കാ സർബത്താണോ കീ സർബത്താണോ അറിയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സംഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് റുവാബ്സിയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അത് എൻ്റെ ഇല്ല. അപ്പോൾ അത് അൻഷിപ്പടയിലുണ്ടെന്ന് പറഞ്ഞു. അവിടെ എത്തിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഉണ്ടാക്കി വന്നപ്പോഴാണ് എനിക്കൊരു സംശയം വന്നത്, ഇതെങ്ങനെ നമ്മൾ കൊണ്ടുപോകും എന്നുള്ളത്. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയൊരു ജാർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് ഗരാജിൽ പോയി തപ്പണം. പഞ്ചസാര അങ്ങോട്ട് അരിച്ചെടുക്കണതാണ്. പഞ്ചസാരയുടെ 5 കളിയാണ്. ഒരു സർപ്രൈസ് ഉണ്ട്, നോക്കൂ. ആ അറ്റത്ത് പോയി നോക്കൂ കുട്ടാ. കഴിഞ്ഞു. എനിക്കത് എങ്ങനെ എടുക്കേണ്ടത് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ 2ാമത്തെ സെറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്.
മറ്റേത് വലിപ്പവും കട്ടിയും കുറച്ച് കൂടിപ്പോയി. പക്ഷെ ഉള്ളൊന്നും നമുക്കിങ്ങനെ എടുത്തെടുത്ത് തിന്നാം. മുകളത്തെ ഒരു ലെയർ എടുത്ത് ഒഴിവാക്കിയാൽ മതി. പറ്റും. ഞാൻ സത്യം പറയട്ടെ, ഞാനും കൈപ്പൊളി ശരിയാവും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം പൊട്ടിയിട്ടോ. ഇനി ഞാൻ ഇതെന്തായാലും നമുക്ക് കളയാൻ പറ്റില്ല. അതും നമുക്ക് മുകളത്തെ ലെയർ മാറ്റിയിട്ട് ഉള്ളത്തെ ലെയർ വിഷ്ണു കഴിക്കും. അപ്പോ ഇത് നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കിയെടുക്കാം കഴിക്കബിൾ രൂപത്തിൽ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ, പക്ഷെ അതിന്റെ ഷേപ്പ് പറ്റപ്പോയി. എനിക്ക് അങ്ങനെ ഞാൻ കഴിച്ചു നോക്കി. അപ്പോ ഇതൊരു കഴിക്കബിൾ രൂപത്തിൽ നമുക്ക് മാറ്റിയെടുക്കാം. എന്റെ അവസാനത്തെ ശ്രമം, ഞാൻ ആ പൊട്ടിയ കഷ്ണങ്ങളെല്ലാം കൂടെ കുറച്ചും കൂടെ വലിയൊരു പാനിക്ക് ഇട്ടിട്ട് ഒരു 2 മുട്ടയും കൂടെ കുറച്ച് പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്ത് ഇതിന്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇതും കൂടെ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി എന്താണോ ഇതാവുന്നത് അത് നമ്മൾ കഴിക്കും. ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ. നമ്മൾ വിജയിച്ചിരിക്കുന്നു നമ്മുടെ നേരത്തെ പരീക്ഷണം. 2 മുട്ടയും കൂടെ പഞ്ചസാര ചേർത്തടിച്ച് ഞാൻ മാറ്റി തിരിച്ചിട്ടു. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ കൈപ്പോള ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കുറച്ച് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ ഇലയട. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് പാളി പോകാനുള്ള സാധ്യത പൊതുവേ കുറവാണ്. പക്ഷെ ഇന്നത്തെ ഒരു നമ്മുടെ തലവരനുസരിച്ചിട്ട് എന്താവെന്ന് അറിയില്ല. ആദ്യം ഈ ഒരു ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് തേങ്ങ ഇടാം, ചിരകിയ തേങ്ങ. എന്നിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് വയറ്റി വെള്ളം വറ്റിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി. അപ്പോഴേക്ക് ഞാൻ ദേ ഇവിടെ അരിപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഒരു ഇളം ചൂടുള്ള വെള്ളം എടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. നമുക്കിങ്ങനെ ഓരോരോ രുചിയും മണവും ഒക്കെ വരുമ്പോൾ ചില മുന്നത്തെ കാര്യങ്ങൾ ഓർമ്മ വരുമല്ലോ. എനിക്ക് എപ്പോഴും അട കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അമ്മമ്മേനെ ഭയങ്കര ഓർമ്മ വരും കേട്ടോ. കാരണം നമ്മൾ സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ ചെറിയ മക്കളാകുന്ന സമയത്ത്, എനിക്ക് തോന്നുന്നു എൻ്റെ ഒക്കെ ഒരു +2 വരെ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പൊ എൻ്റെ ഒക്കെ ഒരു +2 വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വൈകുന്നേരം സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ ചായ കഴിക്കുന്നുണ്ടായിരുന്നു. തറവാട്ടിൽ നിന്നായിരുന്നു. അപ്പൊ LKG തൊട്ടിട്ട് +2 വരെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ശേഷം താഴെ ഒരു 5 പേരക്കുട്ടികളും കൂടെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ മൊത്തം 6 പേരാണ്. അപ്പൊ നമ്മൾ 6 പേരും തറവാട്ടിൽ നിന്നായിരുന്നു ചായ കുടിക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരം. കാരണം അമ്മയും പ്രീതമേമയും ദീമേമയും ഒക്കെ സ്കൂളിൽ പോകുമല്ലോ. അപ്പൊ നമ്മൾ ഒരുമിച്ചാ തിരിച്ചു വരിക. അപ്പോൾ അമ്മമ്മയും വെല്ലച്ചനും കൂടെ തറവാട്ടിലാണ് നമുക്ക് ചായയും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെക്കുക. അത് ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ചായ ഒന്നും ആയിരിക്കില്ല കേട്ടോ. ചായ ഉണ്ടായിരിക്കും, പിന്നെ എന്നും പലഹാരമായിരിക്കും. ഞാൻ സ്കൂളിൽ പോയിട്ട് എനിക്ക് വൈകുന്നേരം ഇടിയപ്പാണ്, ദോശയാണ്, പുട്ടാണ്, അതേപോലെ തന്നെ അടയാണെന്നൊക്കെ പറയുമ്പോൾ കുറേ പേർക്ക് വൈകുന്നേരം ചായക്കോ ഡിന്നറിനാണോ എന്ന് ചോദിക്കും. പക്ഷെ അല്ല, ചായ തന്നെ അങ്ങനെയായിരുന്നു. ഗംഭീരമായ കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടായിട്ട്, പക്ഷെ കണക്കുണ്ടാവും കേട്ടോ. കാരണം 6 പേരില്ലേ. അപ്പോൾ ഓരോരുത്തർക്ക് ദോശയാണെങ്കിൽ ഒരു 2-3 ദോശ, അടയാണെങ്കിൽ 2 അട, ഇഡ്ഡലി ആണെങ്കിൽ ഒരു 4 ഇഡ്ഡലി മാക്സിമം. എനിക്ക് അന്നൊക്കെ ഉണ്ടല്ലോ അത്രയൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഒട്ടും അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഒരാളായിരുന്നില്ല. പക്ഷെ എന്നാലും രോഹിത് ഇൻ കേസ് എങ്ങനെയെങ്കിലും എന്നെക്കാൾ അധികം കഴിക്കുമോ എന്നുള്ള ടെൻഷൻ കാരണം ഞാൻ കുത്തി കയറ്റും ഭക്ഷണം. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഒരു സമയമായിരുന്നു. ആ സമയത്ത് അമ്മമ്മ അധിക ദിവസം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു അട. പക്ഷെ ഞാൻ ഇവിടെ അരിപ്പൊടി വെച്ചാണ് ഉണ്ടാക്കുന്നത്. അമ്മമ്മ ഗോതമ്പ് പൊടി വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കുക. അപ്പോൾ എനിക്ക് ശർക്കര ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ശർക്കരയുടെ അട, രോഹിത്തിന് പഞ്ചസാര ഇഷ്ടമുള്ളതുകൊണ്ട് പഞ്ചസാരയുടെ അട. ഇനി ഇത് രണ്ടും കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഓട്ടട എന്ന് പറയും. നമ്മളിങ്ങനെ ചുട്ടെടുക്കില്ലേ, ഓട്ടട ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു സമയം ഭയങ്കര ഒരു കിടലൻ ടൈമായിരുന്നു. ഞാൻ തൽക്കാലം ഞാൻ ഈ ഒരു അട ഉണ്ടാക്കട്ടെ. കുറച്ച് നമുക്ക് വെള്ളം ഓർക്കാൻ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. സമയം കണ്ടോ, 5:45 15 മിനിറ്റോടെ നമ്മുടെ പരിപാടി തീരുമോ എനിക്ക് സംശയമാണ്. ചടപടയെന്ന് ചെയ്യട്ടെ. സമയം കുറവായത് കാരണം ആൾക്കാരുടെ വെച്ചുള്ളൂ, 2 അടയില്ല. വിഷ്ണുവിനെ കഴിഞ്ഞ 2 ദിവസമായിട്ട് കോളേജിൽ ഇനി ആകെ എനിക്ക് അക്ഷരപക്ഷകാരണമൊന്ന് 2 ദിവസമായിട്ട് ഓഫീസിൽ കുറച്ച് പണി കൂടുതലായിരുന്നു. അപ്പോൾ രാത്രിയൊക്കെ ഇരുന്ന് പണിയെടുക്കായിരുന്നു. ഇന്ന് ഞാനിപ്പോൾ ഒരു 4-5 ആവണം വിളിച്ചില്ലെങ്കിൽ നമ്മുടെ 6:05 ആകുമ്പോഴെങ്കിലും ഇറങ്ങണം. ഇവിടുന്ന് 18 മിനിറ്റേ ഉള്ളൂ. പക്ഷെ എന്നാലും ലേറ്റ് ആവരുതല്ലോ. ഈ ഒരു അട വെച്ച് ഞാൻ എങ്ങനെ 6:05 ഇവിടെ നിന്ന് ഇറങ്ങും എന്നുള്ളത് ഒരു സംശയം ഉണ്ടായേക്കാം. എനിക്കുണ്ട്. പക്ഷെ നമ്മൾ ഇറങ്ങും. എനിക്കൊരു ചുരിദാറും കൂടെ ഇറങ്ങുന്നുണ്ട്. സമയം കിട്ടുമെന്നാവോ. നാട്ടിൽ വരാൻ വേണ്ടി എക്സൈറ്റഡ് ആണോ, എന്തൊക്കെ ഫുഡ് കഴിക്കാനാണ് തോന്നുന്നതെന്നൊക്കെ നിങ്ങളിങ്ങനെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നില്ലേ.
സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ക്രേവിംഗ് ഒന്നും പ്രത്യേകിച്ച് ഒന്നിനോടും തോന്നുന്നില്ല കേട്ടോ. സാധാരണ ഉള്ളതുപോലെയൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ കഴിക്കുന്നത്. പിന്നെ അമ്മയുടെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അമ്മേനേക്കാളും കൂടുതൽ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം മൊത്തം അമ്മമ്മയുടെയും വല്യച്ഛൻ്റെയും ഒപ്പമായിരുന്നു ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മേനേക്കാളും കൂടുതൽ എനിക്ക് അമ്മമ്മയുടെ ഓരോരോ ഫുഡ് കഴിക്കാനാണ് എപ്പോഴും തോന്നാറ്. അതിപ്പോൾ പ്രഗ്നൻസി പീരീഡിലല്ല, അതിന് മുന്നത്തെ സമയത്തും. പക്ഷെ ഇപ്പോൾ നമുക്കതിനുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കാരണം അമ്മമ്മ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഞാൻ അതേപോലെ ഇവിടെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു സാധനം നാട്ടിൽ വന്ന് കഴിക്കണം അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇലയുടെ അങ്ങനെ നമ്മൾ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പോയി ഇനി ടപ്പേന്ന് റെഡി ആവട്ടെ കേട്ടോ. ഞാൻ ഫ്രഷ് ആവുന്നൊന്നുമില്ല, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഷട പടേന്ന് റെഡിയായി. സമയം 6:10. ഒരു 2-3 മിനിറ്റിൽ ഇറങ്ങാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ താഴെ പാക്ക് ചെയ്യേണ്ടതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. നമ്മൾ ഈ ഒരു ചുരിദാറിനെ ഇട്ടിട്ടുള്ളത്. ഇതിലധികം ചുരിദാറിൻ്റെ ഓപ്ഷൻസ് ഇല്ല. നാട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോൾ കൊണ്ടുവരുന്നല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാവുമ്പോൾ പാൻ്റൊക്കെ കുറച്ച് ലൂസാണ്. അപ്പോൾ വയറൊക്കെ നമ്മൾ ഏതിനകത്ത് കയറി പോയിക്കോളും. നമുക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. ഇറങ്ങാൻ വേണ്ടി സമയം നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു 16 മിനിറ്റാണ് ഷെറീറിന് അങ്ങോട്ട് കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം സമയം ഉണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചേ. പക്ഷെ നല്ലൊരു പണി കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സമ്മർ ആയി കഴിഞ്ഞാൽ പെട്ടെന്നാണ് അവർ റോഡ് ഒന്ന് നന്നാക്കുക എന്നുള്ള തീരുമാനമൊക്കെ എടുക്കുക. ഈ റോഡ് നന്നാക്കലിൻ്റെ ഭാഗമായിട്ട് ചില റോഡ് അവർ പെട്ടെന്ന് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും. അത് മാപ്പിൽ അപ്ഡേറ്റഡ് ആയിട്ടും ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു പണി നമുക്ക് കിട്ടിയായിരുന്നു. അതുകൊണ്ട് 6:58 നമുക്ക് കൃത്യം എത്താൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ എത്തിയപ്പോഴേക്ക് 7:02. പിന്നെ സമാധാനം ഉണ്ടായിരുന്ന ഒരു കാര്യം, നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ തന്നെ ആയിരുന്നല്ലോ. എന്നെയായിട്ട് ഡിപ്പെൻഡൻസി ഇല്ലാത്തതുകൊണ്ട് ഒരു 2-3 മിനിറ്റ് ലേറ്റ് ആയപ്പോഴും എനിക്കൊരു സമാധാനം അതായിരുന്നു. വിഷ്ണു, എല്ലാരും ചോദിക്കുന്നത് എനിക്ക് ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഒരു ടീഷർട്ട് തന്നെ എല്ലാ വ്ളോഗിലും ഒറ്റ ഷർട്ടാണ് ഇടുന്നത്. സിമ്പിൾ മനുഷ്യനല്ലേ, അതുകൊണ്ടാ. സാധാരണക്കാരല്ലേ. വിഷ്ണുവിനൊരു ഷൂ വാങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ ഷൂ നോക്കി അയച്ചെടുത്തിട്ട് ഇത് വരുന്നത് ശരിയാണല്ലോ. വിഷ്ണുവിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ ഓർത്ത് നോക്കി എടുത്ത് വാങ്ങിക്കാൻ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ തീരുമാനിച്ചത് ഇനി ഞാൻ എന്തായാലും വാങ്ങിക്കാനുള്ള പുള്ളി എന്നെ പുള്ളിക്ക് വേണ്ടത് വാങ്ങിക്കേണ്ടതെന്ന്. അതുകൊണ്ട് ഇപ്പൊ എന്താ വാങ്ങൽ എന്ന് പറഞ്ഞ സംഗതി ഇല്ല. അതിലും ഒരു സംതൃപ്തി ഉണ്ട്, അതാണ് വിഷ്ണു പറയണത്. നമ്മളങ്ങനെ ഇവിടെ എത്തി. വിഷ്ണുവിന് ഇന്ന് രാത്രി സ്വിമ്മിങ് ഉണ്ട്. വിഷ്ണു ഒരു സ്വിമ്മിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തായിരുന്നു എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണെന്ന്. അപ്പോൾ ദിവിൻ ചേട്ടൻ നോമ്പ് ജസ്റ്റ് തുറന്നപ്പോഴേക്ക് നമ്മൾ എത്തിയായിരുന്നേ. റോസിൻ്റെ മെയിൻ ടെൻഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള സ്നാക്സും കൂടെ കിട്ടിയാലാണ് റോസിന് പ്രോപ്പർലി ടേബിൾ അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ഈ ടേബിൾ അറേഞ്ചിങ് ആണ് റോസിൻ്റെ മെയിൻ മേഖല. പൊതുവേ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള ഗെറ്റ് ടുഗെദേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്യുമ്പോൾ മാക്സിമം ഞാനത് പരിപാടീനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കാറ്. ഇന്ന് എല്ലാവരും ഇവിടെ ഭയങ്കര ഓളത്തിൽ സംസാരിച്ച് ശബ്ദമെടുത്ത് സന്തോഷത്തിലൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ മേജർലി ഞാൻ വോയിസ് ഓവർ ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് ഈ വീഡിയോ കൊണ്ടുപോകുന്നത്. കാരണം ആരുടെയും കോൺവെർസേഷൻ എനിക്ക് ഒരിക്കലും ബ്ലോക്ക് ചെയ്യണ്ട. റോസ് ഇത്തവണയും നമ്മൾ നിരാശരാക്കിയിട്ടില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ നോമ്പ് തുറ ഐറ്റംസ്. കസ്റ്റാർഡ് ഉണ്ടായിരുന്നു, ഈത്തപ്പഴം, കൈപ്പോള, ഇലയട, കട്ട്ലറ്റ്, സമോസ, ബ്രെഡ് പോക്കറ്റ്സ്, പിന്നെ ഉന്നക്കായ. ബ്രെഡ് പോക്കറ്റ്സ് ദീപ ചേച്ചിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് അറിയുന്ന പോലെ ഞാൻ ഉണ്ടാക്കിയ 2 ഐറ്റം. പിന്നെ ബാക്കിയെല്ലാം അൻഷിഫയാണ് കേട്ടോ ചെയ്തത്. ഗീതു എല്ലാ കൊല്ലവും ഒരു ദിവസം നോമ്പെടുക്കാറുണ്ട്. ഗീതുവിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാനും അങ്ങനെ കഴിഞ്ഞ കൊല്ലം തൊട്ട് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിലും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കൊടുന്ന നമ്മുടെ ഡ്രിങ്കിൽ കുറച്ച് റൂഅഫ്സ് ഒന്ന് ഒഴിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ ഷെറീർ. ഇന്നത്തെ എല്ലാവരുടെയും മെയിൻ ഇര റോസായിരുന്നേ. കാരണം ഇങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ റോസാണ് മെനു ഒക്കെ തീരുമാനിച്ച് എല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്യാറ്. പക്ഷേ റോസിന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പനിയായത് കാരണം ഇന്ന് റോസൊന്നും കുക്ക് ചെയ്യും പിന്നെ അതേപോലെ കോർഡിനേഷൻ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ എല്ലാവരും കളിയാക്കുന്നുണ്ട്. ഒപ്പം റോസ് ഡയറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് റോസിന്റെ ചീറ്റ് ഡേ ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു കളിയാക്കൽ നടക്കുന്നുണ്ട്. റോസിന്റെ ഡയറ്റിന്റെ അറിയാൻ ചീറ്റ് ഡേ ആണെന്ന്. എന്നിട്ട് ഇത് മറ്റേ ടാഗ് ചെയ്തിട്ട്
ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ റോസിൻ്റെ അടുത്ത് പറയായിരുന്നു, ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ഭയങ്കര ഫുഡി ആയിട്ടുള്ള ഒരാളാണ് റോസ്. അത്രയും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെയാണ് റോസ് എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കും കഴിക്കുകയും ചെയ്യാറ്. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണല്ലോ. എന്തായാലും റോസിൻ്റെ ടോപ്പിക്ക് നമുക്ക് സൈഡാക്കാം. ഇവിടെ ദേ അടിപൊളി ബിരിയാണി അൻഷിഫി ഷെറീറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അൻഷിഫിയുടെയും ഷെറീറിൻ്റെയും ബിരിയാണിയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് നമുക്ക് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി എന്നുള്ളത്. ദമ്മടൽ പരിപാടി അവിടെ നടക്കട്ടെ, കാര്യമായിട്ടുള്ള ഡിസ്കഷൻസ് അവിടെ നടക്കുന്നുണ്ട്. ഞാൻ കുറച്ചു നേരം പിള്ളേരെ ഒന്ന് പോയി വെറുപ്പിച്ചിട്ട് വരാം. You have a piano? Can I sit there? ഒരു പിയാനോയിൽ വളരെയധികം ഒത്തൊരുമയിലാണ് ഇവർ 3 പേരും ഒരുമിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ കുറേ പിള്ളേർ സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം നമ്മൾ പറയുമായിരുന്നു, ഇവിടെ വികൃതി നമ്പർ 1 നമ്മൾ അവാർഡ് കൊടുത്തിട്ടുള്ളത് സ്റ്റീവനാണ്. അവൻ ഭയങ്കര വികൃതിയാണ്, അറ്റ് ദ സെയിം ടൈം അവൻ ഭയങ്കര ക്യൂട്ടുമാണ് കേട്ടോ. അവൻ്റെ ആക്ഷൻസ് നോക്കി നമുക്ക് മനസ്സിലാവും. നോക്കട്ടെ വിഷ്ണു, ഷോൾഡർ ഒന്ന് മാറ്റും, എന്താ വർക്കുന്നൊന്ന് കാണട്ടെ. വാവ്, ഷെറീറിന്റെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ. പുതിയ ട്രെയിനിയാ. ബാക്കിൽ നിങ്ങൾ ഡിസ്കഷൻ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ജീരകവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ ഗ്യാസിന് വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് നല്ല ഗ്യാസാണ്, പിന്നെ ഇപ്പം ഇതിനോട് ശീലമായി, അധികം മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്നത് 27-ാം തീയതി എമ്പുരാൻ ഇവിടെയും റിലീസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഷോ ഉണ്ടെങ്കിലും ടിക്കറ്റ്സ് പെട്ടെന്ന് ഫില്ലായി പോകുന്ന കേട്ടോ. അപ്പോൾ ഏത് ടിക്കറ്റ് എങ്ങനെ എവിടെ കിട്ടും എന്നുള്ളതൊക്കെ കാര്യമായ ഡിസ്കഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും വിഷ്ണു നാട്ടിൽ വന്നിട്ടാണ് എമ്പുരാൻ കാണുന്നത്, കാരണം ഏകദേശം ഈ ഒരു ഡേറ്റിനോട് ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ട്രാവലിംഗ് വരുന്നത്. അപ്പോൾ നാട്ടിൽ വന്ന് പൊളിയായി കോഴിക്കോട് വന്ന് നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ എമ്പുരാൻ കാണാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ദം പരിപാടിയും ക്ലീനിങ്ങും ഒക്കെ പാരലലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യമായ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു സ്വിമ്മിങ്ങിന് പോണോ വേണ്ടേന്നുള്ള ചിന്തയിലാണ്. അന്ന് വരാൻ പറ്റിയ സംശയകാരൻ ബിരിയാണി ഉണ്ടല്ലോ അല്ലേ. ടീച്ചറുടെ അടുത്ത് എന്താ പറയണ്ടേന്നുള്ളത് സഞ്ജേട്ടനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കാരണം ഇവർ 2 പേരും കൂടെ ഒരുമിച്ചാണ് സ്വിമ്മിങ്ങിന് പോകുന്നത്. വിഷ്ണുവിന് ഇപ്പോൾ സ്വിമ്മിങ് സ്റ്റൈലൊക്കെ നല്ല വ്യത്യാസം വന്നു കേട്ടോ. ഈ ഒരു ക്ലാസ് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരുന്നു. ഇതൊന്നും ശരിയല്ല വിഷ്ണു. അപ് ടു യു, താൻ തീരുമാനിച്ചോ. പോണോ വേണ്ടേന്നോ തനിക്കെന്താ തോന്നണേ? ഒന്ന് തീരുമാനാക്കട്ടെ കേട്ടോ, അതിനെ തിരിച്ചു വരാം. അതല്ല ലൈവാണോ ലെമണാണോ ഉദ്ദേശിച്ചത്? ജീവിച്ചെന്ന് അതിന്റെ ആദ്യം കയറി പോവാണോ? എന്തൊക്കെയാ ആഡ് ചെയ്തിട്ടുള്ള? ജീരകപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, കറിവേപ്പില, കുരുമുളക്, ഉപ്പ്, കോൺഫ്ലോർ. അപ്പൊ ഇങ്ങനത്തെ ചിക്കൻ ഫ്രൈ കിട്ടും. വിഷ്ണുവിനായിട്ടുള്ള ഡിസ്കഷന് എന്താണ് വിഷ്ണു തീരുമാനിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. ലാസ്റ്റ് ക്ലാസ് ആണെങ്കിലും സ്വിമ്മിങ്ങിന് പോകുന്നില്ല, ബിരിയാണിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അൻഷിഫി ഷെറീറും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും റൈസും അതേപോലെ ചിക്കനും സെപ്പറേറ്റ് ആണ് കേട്ടോ അവർ എടുക്കാറ്. എന്നിട്ട് നമുക്ക് വിളമ്പുമ്പോൾ ഒരുമിച്ച് ഒരേ പ്ലേറ്റിൽ വിളമ്പി എടുക്കും. അൻഷിഫ് ഇത്തവണ നാട്ടിൽ പോയി വന്നപ്പോൾ കൊടുന്ന വലിയ ബിരിയാണി ചെമ്പാണ് കേട്ടോ ഇത്. ഇതിലാദ്യത്തെ തവണയാണ് ബിരിയാണി വെക്കുന്നത്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എല്ലാ റെസിപ്പിയും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഇൻവോൾവ്മെൻറ്റും അതേപോലെ നമ്മൾ എത്ര സ്നേഹത്തോടു കൂടെ ഭക്ഷണം ഉണ്ടാക്കുന്നു എന്നുള്ളത് ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റിന് ഭയങ്കര മാറ്റർ ചെയ്യുന്നു എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ഒരു പേരിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്നൊരു സാധനം തട്ടിക്കൂട്ടുന്നതും ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നന്നായിട്ടൊരു കാര്യം ഉണ്ടാക്കുന്നതും തമ്മിൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട്. ഷെറീറും അൻഷിഫി എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നാറുള്ള ഒരു കാര്യമാണ്, അതിൽ ടേസ്റ്റ് കൂടാൻ കാരണം അവരുടെ ഇൻവോൾവ്മെൻ്റ് ആണ്. അത്രയധികം വരുന്ന ആൾക്കാർ ഇഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടെയാണ് അവരെപ്പോഴും കുക്ക് ചെയ്യുന്നത് നമ്മൾ കാണാറ്. പിന്നെ പറഞ്ഞ പോലെ ജസ്റ്റ് കുക്കിംഗ് മാത്രമല്ല കേട്ടോ, ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഓരോരുത്തരുടെ പ്ലേറ്റും എടുത്ത് കറക്റ്റ് അവർക്ക് വേണ്ട ഇഷ്ടപ്പെട്ട പോലത്തെ പീസുകൾ വെച്ച് വേണ്ടത്ര ചോറിട്ട് ഷെറീർ തന്നെയാണ് ഓരോരുത്തരുടെ കയ്യിലും പ്ലേറ്റ് കൊണ്ട് കൊടുക്കുക. ചെറിയ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തോന്നുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ എന്നാണ് എനിക്ക് തോന്നാറേ. വിഷ്ണുവും ഷെറീറും ആക്ച്വലി കുറേ കാലമായിട്ട് ഫ്രണ്ട്സാണ് കേട്ടോ. 2016 അവർ TCSൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ വിഷ്ണു ഇങ്ങോട്ട് ഓൺസൈറ്റ് കിട്ടി വന്നു, ഇവിടുത്തെ ജോലി മാറി, പിന്നെ അതിനുശേഷം ഷെറീർ വരുന്നു. അങ്ങനെയാണ് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമ്മളെല്ലാവരും കൂടുമ്പോഴും എനിക്ക് എപ്പോഴും തോന്നാറുള്ളൊരു കാര്യമാണ് ഷെറീറിനും വിഷ്ണുവിനും ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നുള്ളത്. അതുണ്ടായിരിക്കുമല്ലോ, കാരണം ഇവർ ഇത്രയും കാലമായിട്ട് ഫ്രണ്ട്സാണ്. പിന്നെ അത് മാത്രമല്ല ഇവരുടെ കുറേ സ്വഭാവങ്ങൾ ഒരുപോലെയാണെന്ന് ഇവർ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷനും കൂടെ ഇവർ 2 പേരും കൂടെ ഉണ്ട്.
അങ്ങനെ ബിരിയാണി പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഒരു ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാം. നാളെ എല്ലാവർക്കും വർക്കിംഗ് ഡേ ആണല്ലോ, അതുകൊണ്ട് നേരത്തെ നമ്മൾ പരിപാടി അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. പ്രദൂന് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രം വരുന്ന വിഷ്ണുവിൻ്റെ കാര്യമായിട്ടുള്ളൊരു ചിരിയാണ് കേട്ടോ അത്. ഭക്ഷണം കഴിഞ്ഞു, ക്ലീനിങ് കഴിഞ്ഞു, ഇനി നമുക്ക് മെല്ലെ ഇറങ്ങാം കേട്ടോ. ഒരു ബൈ പറയൂ. ബൈ.